സദസ്സിന് സ്വാഗതം. ക്രിയേറ്റീവ് ക്ലൗഡ് UAE അവതരിപ്പിക്കുന്ന നാടകം തുടങ്ങുന്നു. വില്യം ഷേക്സ്പിയറിൻ്റെ മാക്ബെത്ത്. ലോക ക്ലാസിക്കുകളിൽ ഒന്നായ മാക്ബെത്തിൻ്റെ കഥ ഞങ്ങളായിട്ട് നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. എണ്ണമറ്റ പുനർവായനകളിൽ ഞങ്ങളുടെയും ഈ എളിയ വ്യാഖ്യാനം സദയം സ്വീകരിച്ചാൽ. പുണ്യമാണ് പാപം, പാപമാണ് പുണ്യം. പുണ്യമാണ് പാപം, പാപമാണ് പുണ്യം. എൻ്റെ പ്രിയേ, ഞാൻ പടക്കളത്തിൽ തന്നെയാണ്. എൻ്റെ കൈകളിലുള്ള രക്തം ഈ കത്തെഴുതുന്ന നേരത്ത് അക്ഷരങ്ങളെ മായ്ക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവളെ, യുദ്ധമാണല്ലോ. ഇങ്ങനെയൊരു കത്ത് ഇങ്ങനെയൊരു സമയത്തായിട്ടും എനിക്ക് എഴുതാതിരിക്കാൻ കഴിയുകയില്ല. ഭാഗ്യത്തെ ധിക്കരിച്ചുകൊണ്ട് തന്റെ പുകയുള്ള വാഴ്ത്തുകെട്ടി ആദ്യം അഭിമുഖമാകുമ്പോഴേയും വഴി വെട്ടി തുറന്നു. അവന്റെ എടുപ്പ് മുതൽ താടി വരെ വെട്ടിപ്പിളർന്ന് തല കോട്ടമേൽ കെട്ടിവെച്ചു. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കൊടുങ്കാറ്റ് പോലെ നോർവേ പ്രഭു ഒരു പുതിയ സൈന്യം, പുതിയ ആക്രമണം. ഇപ്പോൾ കഴുകന് കുരുവി കുഞ്ഞുങ്ങളെ പോലെ, സിംഹത്തിന് മുയലുകളെ പോലെ, ഇരട്ടി മരുന്ന് നിറച്ച പീരങ്കികളെ പോലെ ശത്രുവിന്റെ മേൽ ആഘാതം ഇരട്ടിക്കിരട്ടിയായി ഏൽപ്പിച്ചു. മുറിവുകളിൽ നിന്ന് വമിക്കുന്ന ചോര പുഴ പോലെ കുളിക്കാനും പറയാൻ കഴിയില്ല. എനിക്ക് മയക്കം സംഭവിക്കുന്നു. എന്റെ മുറിവുകൾ, നിന്റെ മുറിവുകൾക്ക് കഴിച്ച വാക്കുകൾ ഇയാളെ വൈദ്യുതിയിലേക്ക് എത്തിച്ചോ ഉടൻ.
എന്റെ കൂട്ടുകാരൻ മോഹവലയത്തിലാണ്. പറയോ. നിങ്ങളാണെങ്കിലോ എന്നോടൊട്ട് സംസാരിക്കുന്നുമില്ല. പറയാൻ. വന്ദനം വന്ദനം. നാപ്പത്തിനേക്കാൾ താഴെ എന്നാലും നാപ്പത്തിനേക്കാൾ മഹാന. അത്രയും ആയില്ലെങ്കിലും അതിലേറെ ആയിത്തീരും. രാജാവിനെങ്കിലും രാജന് പിറവി നൽകും. അതുകൊണ്ട് വന്ദിക്കട്ടെ, വരും വന്ദിക്കട്ടെ. തങ്കോയിനെ, നാപ്പത്തിനെ വന്ദിക്കട്ടെ. നിൽക്കൂ. ഓർഡറിലപ്പുറം ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ രാജാവാകുന്ന കാര്യം? നിൽക്കൂ. എവിടെ നിന്ന് കിട്ടി ഈ വിചിത്ര വാർത്ത? ഞാൻ രാജാവിക്കുന്നു. എങ്ങോട്ടാണ് അവർ പറഞ്ഞത്? വായുവിലേക്ക്. നമ്മളിപ്പോൾ എന്താ കണ്ടത്? നിങ്ങളുടെ കുട്ടികൾ രാജാക്കന്മാരാണ്. നിങ്ങൾ രാജാവാകും. ഓർഡറിലെ പ്രഭു അങ്ങനെ തന്നെയല്ലേ? അതെ. മാക്ബത്ത്, മഹാരാജാവ് ആജ്ഞാപിച്ചിരിക്കുന്നു. അങ്ങയെ കോഡർ പ്രഭു എന്ന അഭിസംബോധന ചെയ്യാം. സത്യം പറയാൻ ചെകുത്താനും കഴിയുമെന്നോ? ഞങ്ങളെ അയച്ചത് രാജാവിന്റെ നന്ദി അറിയിക്കാൻ, നിങ്ങളെ രണ്ടുപേരെയും രാജസന്നിധിയിലേക്ക് ആനയിക്കാൻ. മാന്യനായ എന്റെ കോഡർ പ്രഭു. കോട്ടമുള്ള പ്രഭു ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ രാജാവാകുന്നത്? കോടൻ, കാലമാറ്റവും ജയനിന്ദയും കൊണ്ടുള്ള രാജ്യദ്രോഹം, സ്ഥാനപതനത്തോടൊപ്പം വധശിക്ഷ. രാജസ്നേഹിയായിക്കൊണ്ടാണ് ഞാൻ കലാപത്തിൽ ചെയ്തത്. അതിനെനിക്ക് കുറ്റബോധവുമില്ല. അഭിമാനം, ദുഷ്പ്രഭുത്വം നശിക്കട്ടെ. ഇനിയും മഹത്തമമായത് പിന്നെ നിങ്ങളുടെ കുട്ടികൾ രാജാക്കന്മാരാകണമെന്ന് നിങ്ങൾ മോഹിക്കുന്നു. അതല്ലേ അവർ നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയത്? വരേണ്ടത് വരട്ടെ. യാദൃച്ഛികതക്ക് എന്നെ രാജാവാക്കണമെങ്കിൽ യാദൃച്ഛികത തന്നെ അത് ചെയ്തുകൊള്ളും. മാന്യനായ മാക്ബത്ത്, ബഹുമതികൾ വിചിത്ര വസ്ത്രങ്ങൾ പോലെ ഉപയോഗത്തിന്റെ സഹായമില്ലാതെ ഉടലിനോട് ഒട്ടിച്ചേരുകയുമില്ല. അമുൻകനായ സഹോദര, നിങ്ങൾ വളരെ മുന്നിലാണ്. ഒന്ന് മാത്രമേ എനിക്ക് പറയാൻ അവശേഷിക്കുന്നുള്ളൂ. എനിക്ക് നൽകാവുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അറിയിക്കുന്നു മഹമ്മദ്. ഞങ്ങളുടെ കടമയാണ്. മാന്യനായ ബാഗോ, നിങ്ങൾ ഒട്ടും കുറവല്ല അറിയിക്കുന്നതെന്നും അതിനേക്കാൾ കുറവല്ല ചെയ്തതെന്നും എല്ലാവരും അറിയാം. നിങ്ങളെ കെട്ടിപ്പിടിച്ചു ഹൃദയത്തിനർപ്പിക്കട്ടെ. എന്റെ വളർച്ച അവിടത്തേതാണ്. ഉയർന്നു പോകുന്ന എന്റെ അമിതാഹ്ലാദം. മക്കളെ, ബന്ധുക്കളെ, പ്രഭുക്കളെ, എനിക്ക് ഏറ്റവും അടുത്തവരെ നിങ്ങൾ അറിയുക, എന്റെ രാജ്യം എന്റെ മൂത്ത മകൻ
മാറ്റം ഏൽപ്പിക്കുവാൻ ഞാൻ നിശ്ചയിച്ചു. കംബർലാൻഡിലെ രാജകുമാരനെന്ന് നാം അവനെ നാമകരണം ചെയ്യുന്നു. കംബർലാൻഡിലെ രാജകുമാരൻ എന്റെ മാർഗത്തിലാണ് അത് കിടക്കുന്നത്. ഞാൻ ചാടി മറികടക്കേണ്ടി വരും. ഇരുണ്ടതും ആഴത്തുള്ളതുമായ എന്റെ അഭിലാഷങ്ങൾ ആരും കാണാതിരിക്കും. ക്ഷേമനായ എന്റെ ഘോടർ, ഇവിടെ നിന്നും നാം നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് വരുന്നു. നിങ്ങളുമായുള്ള സൗഹൃദം കൂടുതൽ ബന്ധിപ്പിക്കുക. വിജയത്തിന്റെ ദിവസമാണ് അവരെന്നെ കണ്ടത്. നമ്മുടെ അറിവിനെല്ലാം അതീതമായതെന്തോ അവരിലുണ്ടായിരുന്നു. കൂടുതൽ ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോൾ അവർ വായുവായി സ്വയം രൂപപ്പെട്ടു പോയി. അപ്പോൾ രാജാവിന്റെ ദൂതന്മാരെത്തി കോഡർ പ്രഭു എന്ന് വിളിച്ചു. വരാൻ പോകുന്നതിന്റെ സൂചന. രാജാവാകാൻ പോകുന്നയാൾക്ക് വന്ദനം എന്നാണല്ലോ ആ മന്ത്രവാദിനി ആദ്യം പറഞ്ഞത്. പ്രിയപ്പെട്ടവളെ, ഇത് ഞാൻ എങ്ങനെ നിന്നെ അറിയിക്കാതിരിക്കും? നിനക്ക് കിട്ടാൻ പോകുന്ന പദവി, നേരത്തെ അറിയുമ്പോഴുള്ള ആഹ്ലാദം എല്ലാം നിന്റെ അവകാശമാണല്ലോ. ഇത് നിന്റെ ഹൃദയത്തിൽ അടക്കി വെക്കുക. മഹാനായ ഗ്ലാമേസ്, നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾ അതുതന്നെ ചെയ്യണം. നിങ്ങൾ ചെയ്യാൻ ഭയക്കുന്നത്, ചെയ്യാതിരുന്നെങ്കിലെന്ന് വിളിച്ചു പറയുന്നത്, അത് നിങ്ങൾക്കുണ്ടാകണം. വേഗം വരിക. ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ ആത്മ തേജസ് പകരാൻ പോകുകയാണ്. എന്റെ പ്രാകാരത്തിനുള്ളിലേക്ക് ഡങ്കന്റെ മാരകമായ പ്രവേശനം. മനുഷ്യ ചിന്തകളെ പരിപാലിക്കുന്ന ശക്തികളെ, ഇവിടെ എന്നിലെ സ്ത്രൈണഭാവത്തെ പിഴുതെറിയൂ. പൂച്ചി മുതൽ ഉച്ചി വരെ ഭീകരമായ ക്രൗര്യം ഒഴിച്ചു നിറയ്ക്കൂ. എന്റെ രക്തത്തെ കട്ടിപിടിപ്പിക്കൂ. എന്റെ ഈ സ്ത്രൈണവക്ഷോജങ്ങളിൽ നിന്ന് മുലപ്പാല് വലിച്ചെടുത്ത് കയ്പ് നീര് നിറയ്ക്കൂ. മരണശക്തികളെ, നിങ്ങൾ എവിടെയാണെങ്കിലും പ്രകൃതിയുടെ ക്രൂരതയ്ക്കായി കാത്തു നിൽക്കുക. കറുത്ത രാത്രി വരിക. നരകത്തിന്റെ ഇരുണ്ട പുക കൊണ്ട് നിന്നെ മൂടുക. എന്റെ മൂർച്ചയുള്ള കത്തി അതുണ്ടാക്കുന്ന മുറിവ് കാണരുത്.
അഭിവാദനം വരാൻ പോകുന്ന ഭാവി എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. എന്റെ പ്രിയേ, ഈ രാത്രിയിൽ ദങ്കൻ ഇവിടെ വരുന്നു. എന്നിട്ട് എപ്പോഴാണ് തിരിച്ചു പോകുന്നത്? നാളെ. നാളെ നാളെ ആ സൂര്യൻ ഒരിക്കലും കാണാതിരിക്കട്ടെ. വരാൻ പോകുന്നവനെ വകവരുത്തണം. ഇന്ന് രാത്രി എന്റെ മേൽനോട്ടത്തിന് വിട്ടുതരിക. അത് നമ്മുടെ വരാൻ പോകുന്ന രാത്രികൾക്കും പകലുകൾക്കും പരമാധികാരമുണ്ടാക്കും. തെളിഞ്ഞ ഭാവത്തോടെ നിൽക്കൂ. ഭാവമാറ്റം ഭയത്തെ വിളിച്ചറിയിക്കും. ശേഷമുള്ളതെല്ലാം എനിക്ക് വിട്ടുതരിക. ഇതാ നമ്മുടെ ആതിഥേയ. ഈ രാത്രിയിലോ നിങ്ങളുടെ അങ്ങയുടെ എക്കാലത്തെയും സേവകർ അങ്ങിപ്പോ ഞങ്ങളുടെ ഭവനത്തിന് നൽകിയത് ഗാഠവും വിസ്തൃതവുമായ ബഹുമതിയാണ്. എവിടെ കോടനൽ പ്രഭു? അയാളെ നാം അത്രയ്ക്ക് സ്നേഹിക്കുന്നു. എന്നെ ആനയിക്കൂ അയാളുടെ അടുത്തേക്ക്. ചെയ്യുന്നതോടെ അതങ്ങ് തീരുമെങ്കിൽ വളരെ വേഗത്തിൽ അത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതിന്റെ തുടക്കവും ഒടുക്കവുമെല്ലാം ഇവിടെയാവണം. പക്ഷേ ഇത്തരം സംഗതികളുടെ ന്യായവിധി മരണാനന്തര ജീവിതത്തിലല്ല, ഇവിടെ തന്നെ ഉണ്ടാകാറുണ്ട്. പക്ഷാന്തരമില്ലാത്ത നീതി നാം ഒരുക്കുന്ന വിഷക്കോപ്പ നമ്മുടെ ചുണ്ടുകളിലേക്ക് തന്നെ എത്തിക്കും. ഇവിടെ അദ്ദേഹം ഇരട്ടി സുരക്ഷിതരാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ബന്ധുവും പ്രജയുമാണ്. ഇത് രണ്ടും ഈ പ്രവൃത്തിക്കെതിരെ അതിശക്തമാണ്. അതേസമയം അദ്ദേഹത്തിന്റെ ആതിഥേയൻ എന്ന നിലയിൽ കൊലപാതകയ്ക്കെതിരെയാണ്. അല്ലാതെ കത്തി സ്വയം കയ്യിലെത്തുകയല്ല വേണ്ടത്. കൂടാതെ ഈ ഭീകര കൃത്യം കൊണ്ടുണ്ടാകുന്ന അനുതാപം എവരെയും കണ്ണുനീരിൽ മുക്കിത്താഴ്ത്തും. എനിക്ക് കുതിക്കുന്ന അതിമോഹമേ ഉള്ളൂ. ഉദ്ദേശത്തിന്റെ ഗതി നിലക്ക് നിർത്താനുള്ള കുതിമുള്ളുകളൊന്നുമില്ല. അദ്ദേഹം അത്താഴം അവസാനിപ്പിക്കാറായി. അങ്ങ് എന്തിനാണ് മുറി വിട്ടിറങ്ങിയത്? അദ്ദേഹം എന്നെ തിരക്കിയോ? അത് നിങ്ങൾ അറിഞ്ഞില്ലേ? നമുക്കിത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ട. അദ്ദേഹം എനിക്ക് എല്ലാ ബഹുമതിയും നൽകി, ആളുകളിൽ വലിയ അഭിപ്രായങ്ങൾ ഉണ്ടാക്കി. അതൊന്നും എത്രയും പെട്ടെന്ന് വിട്ടുപോരേണ്ടതല്ല. ആ പ്രത്യാശ അത് മദ്യപിച്ചുന്മത്തമായതായിരുന്നു. എന്നിട്ടത് ഉറങ്ങിപ്പോയോ? ഇപ്പോഴുണർന്നിട്ട്
വീണറി വെളുത്തു നോക്കുകയാണോ? ഇന്നു മുതൽ അങ്ങയുടെ സ്നേഹത്തെയും ഞാൻ ഇങ്ങനെ കണക്കാക്കുകയുള്ളൂ. അങ്ങയുടെ ആഗ്രഹത്തിനൊത്തവണ്ണം ക്രിയകളും വീര്യവും നിലനിർത്തുവാൻ അങ്ങയ്ക്ക് ഭയമാണോ? ദയവ് ചെയ്ത് ശാന്തിയാകും. ഒരു പുരുഷന് ചേർന്ന് എന്തും ചെയ്യാൻ എനിക്ക് തന്റേടമുണ്ട്. അതിനപ്പുറം ചെയ്യുന്നവൻ ആരുമല്ല. ഏത് മൃഗമായിരുന്നു ആ സമയത്ത് ആ സാഹസികത എന്നെ വിളിച്ചറിയിച്ചത്? അതൊരു പുരുഷനായിരുന്നു. അതെന്തായിരുന്നു? അതിലും കൂടുതലാകാൻ അങ്ങ് കൂടുതൽ പുരുഷനാകേണ്ടിയിരിക്കുന്നു. ഞാൻ മുല കൊടുത്തിട്ടുണ്ട്. എന്റെ മുല കുടിക്കുന്ന കുട്ടിയെ സ്നേഹിക്കേണ്ടത് എത്ര അലിവോടെയാണെന്ന് എനിക്കറിയാം. എന്നാൽ ആ കുട്ടി എന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മോളെ മുലക്കണ്ണിന്ന് പറിച്ചെടുത്ത് ഞാൻ അതിന്റെ മണ്ടയെറിഞ്ഞ് ചിതറിക്കും. അങ്ങ് ചെയ്തതുപോലെ ഞാനാണ് അങ്ങനെ പ്രതിജ്ഞ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടാൽ പരാജയപ്പെടുകയില്ല. ധൈര്യം തിരികെ മുറുക്കുക. നമ്മൾ പരാജയപ്പെടുകയോ? വീഞ്ഞിലും പാനവിരുന്നിലും മരുന്ന് ചേർത്തിട്ടുണ്ട്. അത് പള്ളി വിചാരിപ്പുകാരുടെ യുക്തിയെ തടുക്കും, ബുദ്ധി കെടുത്തും. പന്നികളെ പോലെ മരണാവസ്ഥയിൽ ഉറങ്ങുമ്പോ അരക്ഷിതനാവുന്ന ഡങ്കനിൽ എന്താണ് പ്രയോഗിക്കാൻ കഴിയാത്തത്? വീഞ്ഞു കുതിർത്ത ആ കാവൽക്കാരിൽ എന്താണ് ചുമത്താൻ കഴിയാത്തത്? അവരിൽ ചോരക്കറ. ഓ മഹാപാതകത്തിന്റെ പഴി അവരെ ചുമത്തണം. നമ്മൾ അദ്ദേഹത്തിന്റെ മരണത്തിലുള്ള ദുഃഖം ഉച്ചത്തിൽ പ്രകടിപ്പിക്കുകയോട് ചെയ്താൽ
ഇപ്പോ ഞാൻ പൊടിയിറങ്ങുമ്പോഴോ? അതെ. ആരാണ് രണ്ടാമത്തെ മുറിയിൽ കിടക്കുന്നത്? ഡോണൽ പെയിൻ. ഒരാൾ ഉറക്കത്തിൽ കിടന്ന് ചിരിച്ചു, മറ്റൊരാൾ കൊലപാതകമെന്ന് വിളിച്ചു. അവർ പരസ്പരം ഉണർത്തി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നൊരാൾ, ആമേൻ എന്ന് മറ്റൊരാൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ആമേൻ എന്ന് പറയാൻ എനിക്കായില്ല. അതിനെപ്പറ്റി ഇനിയൊന്നും ആലോചിക്കേണ്ട. അനുഗ്രഹം ഏറ്റവും വേണ്ട സമയത്ത് എന്തുകൊണ്ട് എനിക്ക് ആമേൻ എന്ന് പറയാനായില്ല? ഈ സമയത്ത് ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. നീ ഉറങ്ങുകയില്ല. മാക്ബത്ത്, നീ നിന്റെ ഉറക്കത്തെ കൊന്നിരിക്കുന്നു. അങ്ങനെ ആരോ വിളിച്ചു പറയുന്നതായി തോന്നി. നോക്കൂ, ഞരമ്പ് രോഗികളെ പോലെ ഇങ്ങനെ ചിന്തിച്ച് ഉള്ള ശക്തിയെ ദുർബലമാക്കരുത്. ഈ സാക്ഷ്യത്തെ കഴുകിക്കളയൂ. ഈ കടാരകൾ ഇതെന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇത് അവിടെ കിടക്കേണ്ടതല്ലേ? കൊണ്ടുപോകൂ. ഇല്ല, ഞാൻ അങ്ങോട്ട് പോകില്ല. എനിക്കതൊന്നും കൂടി കാണാനുള്ള ധൈര്യമില്ല. ഇല്ല ഇല്ല. മരണവിളികളുമായിരുന്നു എന്നാണ് ഭീകരനാശത്തിന്റെ ഘോരമായ പ്രവചനം. നിങ്ങൾ പറയുന്നത് ജ്വരബാധയേറ്റതുപോലെ ഭൂമി വിറച്ചു എന്നാണ്. സമയത്തിന് ചെല്ലണമെന്ന് എന്നോട് ആജ്ഞാപിച്ചതായിരുന്നു. സമയം എനിക്കേറെ വൈകി. ഏൽപ്പിച്ച കാര്യമായതുകൊണ്ട് ധൈര്യത്തോടെ പോകുന്നതല്ല. ഉടനെ
ഇത് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ ഈ നശ്വര ജീവിതത്തിൽ ഇനി എന്താണ് ശേഷിക്കുന്നത്? എല്ലാ കീർത്തിയും അന്തസ്സും മരിച്ചിരിക്കുന്നു. നിങ്ങളുടെ രക്തത്തിന്റെ രക്തം അതെല്ലാം നനച്ചു. നിങ്ങളുടെ രാജപിതാവ് കൊല്ലപ്പെട്ടു. ആരാണത് ചെയ്തത്? ആകൽ നിന്നവർ. അവരുടെ കൈകളിലും മുഖത്തും ചോര പുരണ്ടിരുന്നു. കഠാരകൾ തലയിണകളിൽ ബോധം നഷ്ടപ്പെട്ടവരെ പോലെ അവർ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ പശ്ചാത്തപിക്കുന്നു. എന്റെ അടക്കാൻ വയ്യാത്ത കോപം എന്തിനവരെ വധിച്ചു എന്ന്. നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത്? ഒരേ സമയം വിവേകവും സമചിത്തതയും രാജഭക്തിയും ദേശസ്നേഹവും എല്ലാം ആർക്കാണ് ഉണ്ടാവുക? ഡെങ്കന്റെ രജത ചർമ്മം സുവർണ രക്തത്തിൽ കുളിച്ചുകൂടെ കിടക്കുമ്പോ അകത്ത് രക്തമൊലിക്കുന്ന കഠാരയുമായി കൊലയാളികൾ സ്നേഹം പ്രകടിപ്പിക്കാൻ ധീരതയുള്ളപ്പോൾ ആർക്കാണ് അടങ്ങി നിൽക്കാനാവുക? അയ്യോ അയ്യോ എന്നെ രക്ഷിക്കൂ. അയ്യോ, പ്രഭുയെ പരിചരിക്കൂ. നേരെ കുതിരപ്പുറത്ത് ഒരു യാത്ര പറയലിന്റെ ആവശ്യമില്ല. രാജ, കോഡ്, ഗ്രാമിസ്, അങ്ങനെയല്ല. ആ മന്ത്രവാദിനി പറഞ്ഞതുപോലെ. പക്ഷേ അത് നേടിയെടുക്കാൻ നിങ്ങൾ നീചമായി കളിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇതാ നമ്മുടെ മുഖ്യാതിഥി. അദ്ദേഹത്തെ ഓർമ്മിക്കാതിരുന്നാൽ നമ്മുടെ മഹത്തായ വിരുന്നിന് വിടവുണ്ടായേനെ. അനൗചിത്യവും. ഇന്ന് രാത്രി ഗംഭീരമായ ഒരത്താഴ വിരുന്നൊരുക്കുന്നുണ്ട്. നാം നിങ്ങളുടെ സാന്നിധ്യം അപേക്ഷിക്കുന്നു. ആജ്ഞാപിക്കൂ തിരുമനസ്സേ. എന്റെ കടമകൾ ഒരിക്കലും അഴിക്കാനാവാത്തതാണ്. ഇന്ന് സവാരിയുണ്ട്. ഉണ്ട് പ്രഭു. ദൂരത്തേക്കാണോ യാത്ര? ഇപ്പോൾ മുതൽ അത്താഴം വരെ. വിരുന്നിന് വരാതിരിക്കരുത്. തീർച്ചയായും ഉണ്ടാകും. കേട്ടില്ലേ, നമ്മുടെ നശിച്ച ബന്ധുക്കൾ ഡൊണാൾഡ് ബെയിനും മാൽക്കമും ഇംഗ്ലണ്ടിലേക്കും അയർലൻഡിലേക്കും അഭയം പ്രാപിച്ചിരിക്കുന്നു. ക്രൂരമായ പിതൃഹത്യാ കുറ്റം ഏറ്റു പറയാതെ വിചിത്രമായിട്ടുള്ള കഥകൾ വരഞ്ഞുകൊണ്ട്. ശരി, രാത്രി മടങ്ങും വരേക്കും വിടാം. ഫ്ലിയംസും കൂടെ വരുന്നു. ഉണ്ട് പ്രഭു. എങ്കിൽ ബാങ്കോ വിടാം. വിടാം.
രാജപിതാവ് നിഷ്ഫലമായ ഒരു കിരീടം എന്റെ തലയിൽ വെച്ചു. വന്ധ്യമായ ഒരു ചെങ്കോലും എന്റെ പിന്മുറക്കാരനല്ലാത്തവന് തട്ടിപ്പറിക്കാൻ. അങ്ങനെയെങ്കിൽ ബാങ്കുകളുടെ പിന്മുറക്കാർക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ മനസ്സിനെ മലിനമാക്കിയത്. അവന്റെ പിന്തുടർച്ചാവകാശികൾക്ക് വേണ്ടിയാണ് മഹാനുഭാവനായ ഡങ്കൻ രാജാവിനെ ഞാൻ കൊന്നത്. അവന്റെ ബീജങ്ങളെ രാജാക്കന്മാരാക്കാൻ വേണ്ടി. രണ്ടുപേരും അറിയണം, ബാങ്കോയാണ് ശത്രു. ഇന്ന് രാത്രി തന്നെ അത് നടന്നിരിക്കണം. മുടക്കമോ തടസ്സമോ വരാതിരിക്കാൻ കൂട്ടിന് പോകുന്ന മകൻ ഫ്ലിയാൻസും കൂടെ മരിക്കണം. അത് അവന്റെ അച്ഛൻ്റെതിനേക്കാൾ അപ്രധാനമല്ല. നടന്നത് എന്തായാലും നടന്നു കഴിഞ്ഞു. സർപ്പത്തെ നാം മുറിവേൽപ്പിച്ചു. കൊന്നില്ലതിനെ മുറിവടയും. സർപ്പം പൂർവസ്ഥിതിയിലാണ്. ഓരോ രാത്രിയും ഭീകരമായിട്ടുള്ള സ്വപ്നങ്ങൾ ജീവിതത്തിന്റെ മരിയും പുറയിലും വിട്ട് തങ്കൻ ശവകുടീരത്തിൽ സുഖമായി ഉറങ്ങുന്നു. വാളോ വിഷമോ ആഭ്യന്തരകലാപമോ ഇനി അദ്ദേഹത്തെ സ്പർശിക്കില്ല. എന്റെ പ്രഭു, ശാന്തനായിരിക്കൂ. ഈ പരിക്കൻ നോട്ടം തുടച്ചു മാറ്റൂ. ഇന്നു രാത്രി അതിഥികളുടെ മുമ്പിൽ തിളക്കത്തോടെയും ഉല്ലാസത്തോടെയും നിൽക്കണം. അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. നീയായിരിക്കാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ. എന്റെ മനസ്സ് നിറയെ തേളുകളാണ്. നിനക്കറിയുമോ, ബാങ്കോ ജീവിച്ചിരിക്കുന്നു. അവന്റെ മകൻ ഫ്ലിയാൻസും. അവർക്ക് പ്രകൃതി അനുവദിച്ച കാലാവധി എന്നേക്കുമായല്ല. നീ സന്തോഷിക്കൊള്ളുക. രാത്രി ഇറങ്ങുന്നതിന് മുമ്പ് അത് നടന്നിരിക്കും. എന്താണ് നടക്കാൻ പോകുന്നത്? ഉറച്ചു തന്നെ നിന്നോ. തെറ്റിൽ തുടങ്ങിയത് തെറ്റുകൊണ്ട് തന്നെ ശക്തമാകും. അതാ അവർ വരുന്നു. അത് അവർ തന്നെ.
ഇതാണ് എവിടെ നോടു പ്രഭി? പ്രഭി വരൂ. എത്ര നേരമായി കാത്തിരിക്കുന്നു? അതിഥികൾ ഇരിക്കൂ, ഇരിക്കൂ. ഞാനാണ് നിങ്ങളുടെ വിനീതനായ അതിഥി. ഇത് നമ്മുടെ ആതിഥ്യ. തക്ക സമയത്ത് തന്നെ നാം ഇവരുടെ സ്വാഗതം ആവശ്യപ്പെടുന്നതാണ്. നമ്മുടെ എല്ലാ സ്നേഹിതന്മാരോടും അവർക്കെല്ലാം സ്വാഗതമെന്ന് ഹൃദയം കൊണ്ട് പറയുന്നു. കണ്ടില്ലേ, ഹൃദയഭാഷയിൽ അവർ നിങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുന്നു. നിർലോഭമായി ആഹ്ലാദിക്കുവിൻ. നമുക്കിന്നാദ്യം ഒരു വട്ടം പാനീയം കഴിക്കാം. ഫ്രിയൻസിനോടും അത് ചെയ്തത് നീയാണെങ്കിൽ നീ അതുല്യൻ. അങ്ങനെ ഫ്രിയൻസ് രക്ഷപ്പെട്ടു. അതുകൂടി ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ അസ്വസ്ഥനായി. ബാങ്കോ പത്രമാണോ? അതെ പ്രഭു, പത്രമാണ്. ഒരു കുഴി, തലയിൽ ആഴമുള്ള 20 മുറിവുകളുമായി. മുറ്റിയ സർപ്പം അവിടെ കിടക്കുന്നു. ഓടിയകന്ന പുഴു തക്ക സമയത്ത് വിഷമിക്കും. എന്റെ രാജപ്രഭു, അങ്ങ് ഉല്ലാസം ഉണ്ടാക്കുന്നില്ല. ഉപചാരങ്ങളുടെ അകമ്പടി ഇല്ലാതെ കിട്ടുന്ന ഭക്ഷണം വിലയ്ക്ക് വാങ്ങുന്നത് പോലെയാകും. സൽക്കരിക്കണം, ഇല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ ആഹാരമാണ് ഏറ്റവും നല്ലത്. പുറത്തു നിന്നാണെങ്കിൽ ആഹാരത്തിന് സ്വാദം നൽകുന്നത് സൗഹൃദ ഉപചാരങ്ങൾ. ഇല്ലെങ്കിൽ സമ്മേളനം മുഷിപ്പനാവുകയുള്ളൂ. ഓ, ഇത്ര മധുരതരമായി എല്ലാം ഓർമ്മിപ്പിക്കുന്നവളെ. നല്ല ദഹനം ബിഷപ്പിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ആരോഗ്യം ഇത് രണ്ടിനെയും. ദയവായി ഇരുന്നാലും. ശരിയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാങ്കോയുടെ സാന്നിധ്യം കൂടി ഞാൻ ഇതിൽ ആഗ്രഹിച്ചു പോവുകയാണ്. എന്താ അസുഖമാണ്? രാജപ്രഭു പലപ്പോഴും ഇങ്ങനെയാണ്. ഭക്ഷണം തുടരൂ, അദ്ദേഹം പെട്ടെന്ന് സുഖപ്പെടും. നിങ്ങൾ ഒരു പുരുഷനാണോ? പിശാചിനെയും വെല്ലുന്നതിന് ഞാൻ തന്റെ ഇടത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. ഇതങ്ങയുടെ ഭയത്തിന്റെ തനി ചിത്രമാണ്. നാണക്കേട്. നിങ്ങളിപ്പോ നോക്കുന്നത് ഇരിപ്പിടമാണ്. അത് നോക്കുന്നത് കാണു, കാണു. ഇപ്പോഴത്തെ പറയുന്നു, നീ 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 ഞാനിവിടെ കണ്ടതാണ്, കണ്ടതാണ്. എന്താണ് പ്രഭു? തലച്ചോറ് പുറത്തായാൽ മനുഷ്യരതോട് അവസാനിക്കും. ഇപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നു, എന്റെ ഇരിപ്പിടത്തിൽ കയറിയിരിക്കുന്നു. നാണക്കേട്. എനിക്ക് അയാൾ കാണണ്ട. സുഹൃത്തുക്കൾ, എന്റെ നല്ലവരായ സുഹൃത്തുക്കളെ, എന്നോട് ക്ഷമിക്കുക. എന്റെ അതിഥികളെ, എന്നെ നിങ്ങൾ വിമർശിക്കരുത് കേട്ടോ. എനിക്ക് ഒരു ചെറിയ ദൗർബല്യമുണ്ട്. എന്നെ അടുത്തറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസ്സാരമാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ വിളിക്കാം. എന്താ ഒരു കാര്യം ചെയ്യാം, എനിക്ക് കുറച്ച് മദ്യം ഒഴിക്കാം. വീഞ്ഞൊഴിച്ചു തരും, നിറയൊഴിച്ചോ, നിറ. ഓ, ഞാനിത് കുടിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി. എന്റെ പ്രിയപ്പെട്ട
നമ്മുടെ പ്രിയപ്പെട്ട ബാങ്കോയുടെ സന്തോഷത്തിന് വേണ്ടി. എന്നെ നോക്കുന്നത് ഇവിടെ നിന്ന് പോകൂ, ഇവിടെ നിന്ന് പോകൂ. നല്ല പ്രമുഖന്മാരെ ചോര. പതിവായി വരുന്ന അസുഖമാണ്. ഒരു പുരുഷൻ തന്റെ അടുത്തോട് കൂടി ചെയ്ത് എന്നും ഞാൻ ചെയ്യും. ഈ കോലം മാറി വരും, എന്നിട്ട് വാളുമായി വന്നെ വെല്ലുവിളിക്ക് പോകൂ. എന്റെ പ്രഭു, പ്രഭു, ഞാനിതാ പിന്നെ വീണ്ടും എന്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ ഇരിക്കൂ, ഇരുന്നോളൂ. നിങ്ങൾ നല്ലൊരു സമ്മേളനത്തെ നശിപ്പിച്ചു. ഇത്ര വിചിത്രമായ കാഴ്ച കണ്ടിട്ടും നിനക്ക് എങ്ങനെ സ്വാഭാവികത നിലനിർത്താൻ കഴിയുന്നു? പ്രഭു, എന്ത് കാഴ്ച? ദയവായി സംസാരിക്കരുത്. ചോദ്യങ്ങൾ അദ്ദേഹത്തെ കോപിഷനാക്കും. ദയവായി ശുഭരാത്രി. ഉപചാരങ്ങളുടെ ആവശ്യമില്ല, പക്ഷേ പെട്ടെന്ന് പോവുക. ശുഭരാത്രി. തിരുമനസിന് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ എല്ലാവർക്കും ശുഭരാത്രി. അതിന് ചോര തന്നെ വേണം കേട്ടോ. അവർ പറയുന്നു ചോരക്ക് ചോര വേണം. ചോരക്ക് ചോര വേണം. കരുതിയിരിക്കണം മാറ്റാഫിനെ. ആ പൈപ്പിലെ പ്രഭുവിനെ സൂക്ഷിക്കുക. ധീരനും ദൃഢനിശ്ചയക്കാരനുമാകും. മനുഷ്യന്റെ ശക്തിയെ
അച്ഛനില്ല. എന്താ അമ്മേ പറയുന്നേ? നിന്റെ അച്ഛൻ മരിച്ചു. എന്റെ അച്ഛൻ മരിച്ചിട്ടില്ല. നിക്കാനല്ലേ പറയാ. എന്താ അമ്മേ, എന്റെ അച്ഛനൊരു രാജദ്രോഹിയാണോ? അതെ, ആയിരുന്നു. രാജദ്രോഹി എന്ന് വെച്ചാൽ? അതോ കള്ളയാണ് ഇടുകയും കള്ളം പറയുകയും ചെയ്യുന്നവൻ. അങ്ങനെ ചെയ്യുന്നവരെല്ലാം രാജദ്രോഹികളാണ്. അങ്ങനെ ചെയ്യുന്ന ഓരോരുത്തരും രാജദ്രോഹികളാണ്, തൂക്കിക്കൊല്ലേണ്ടവർ. ആണയിടുകയും കള്ളം പറയുകയും ചെയ്യുന്നവരെ എല്ലാം തൂക്കിക്കൊല്ലേണ്ടതാണ്. ഓരോരുത്തരെയും. തൂക്കിക്കൊല്ലേണ്ടത് അതോ സത്യസന്ധരായ മനുഷ്യർ. എങ്കിൽ ആണയിടുന്നവരും കള്ളം പറയുന്നവരും മറയം മതി. നിങ്ങളെ പോലെയുള്ളവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നവരടുത്തല്ല. അവന് രാജ്യദ്രോഹിയാണ്. കള്ളം, നീ കള്ളം പറയുന്നു. ചപ്രതായുടെ ദുഷ്ട. അങ്ങയുടെ ഭാര്യയും കുട്ടികളും മൃഗീയമായി കൊല്ലപ്പെട്ടു. എന്താണ് മനുഷ്യ, കണ്ണുമൂടാതിരിക്കും, സംസാരിക്കൂ. എന്റെ കുട്ടികളെയും കൂടെ, ഭാര്യ, കുട്ടികൾ, ബാല്യക്കാർ, അങ്ങനെ കണ്ണിൽ കണ്ടവരെല്ലാം ഞാനോ അവിടെ നകർന്നു നിൽക്കുകയും എന്റെ ഭാര്യ കൊല്ലപ്പെട്ടു. ഈ മാരകമായ ദുഃഖത്തിന്റെ ചികിത്സ നമ്മുടെ മഹത്തായ പ്രതികാരമാണ്. അയാൾക്ക് കുട്ടികളില്ല. എന്റെ മക്കളെ എല്ലാരെയും പറഞ്ഞത്, എല്ലാരെയും അഴകുള്ള എന്റെ കുഞ്ഞു മക്കളെയെല്ലാം അവരുടെ അമ്മയെയും പുരുഷനെ പോലെ അതിനെതിരായി പൊരുതുക. അത് തന്നെ ഞാൻ ചെയ്യും. പാപിയായ മാക്ഡഫ്, നിനക്ക് വേണ്ടിയാണ് അവർ കൊല്ലപ്പെട്ടത്. വിലകത്ത് നിനക്ക് വേണ്ടി, അവരുടെ കുറവുകൾക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അവരുടെ ആത്മാക്കളിൽ മരണം പതിച്ചു. ഈ സംഭവം നിങ്ങളുടെ വാളിന് ഉരകലാവട്ടെ, ദുഃഖം ക്രോധമായി മാറട്ടെ. ഓ സൗമ്യ സ്വർഗങ്ങളെ, എല്ലാ കാലതാമസവും ഒഴിവാക്കുക. സ്കോട്ട്ലൻഡിലെ അച്ചകത്താനെയും എന്നെയും മുഖാമുഖമെത്തിക്കുക. എന്റെ വാഴകലത്തിൽ അവൻ രക്ഷപ്പെടുന്നെങ്കിൽ സ്വർഗം അവന് മാപ്പ് നൽകട്ടെ. അതാ അവർ വരുന്നു. നല്ല ഉറക്കത്തിലാണ് അവർ.
വിളക്ക്? കിഴക്കേക്കരികിൽ ആ വിളക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് അവരുടെ കൽപ്പന. എന്നിട്ടും ഇവിടെ ഒരു പാട്. കണ്ണുകൾ തുറന്നിരിക്കുന്നു. പക്ഷേ ഇന്ദ്രിയ ശക്തി തീരെയില്ല. കറ, നശിച്ച കറ. ഞാൻ പറയുന്നു പോകാൻ. ഇവർ ഇപ്പോൾ എന്താണ് പറയുന്നത്? ഇത് അവരുടെ ഒരു പതിവ് പ്രവൃത്തിയാണ്. അത് ചെയ്യുന്നതിനുള്ള സമയമായി. നാണക്കേട് എന്റെ പ്രഭു, നാണക്കേട്. നമ്മുടെ അധികാര ശക്തിയെ ചോദ്യം ചെയ്യാൻ കാര്യമില്ലാത്തപ്പോ ആരറിയുന്നുവെന്ന് എന്തിനു വിചാരിക്കുന്നു? 4 മണിക്കൂറോളം തുടർച്ചയായി ഇവർ ഇത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. എങ്കിലും ഈ വയസ്സിന് ഇത്ര രക്തം ഉണ്ടായിരുന്നെന്ന് ആര് വിചാരിക്കുമോ? അത് വേണ്ട പ്രഭു, ഇനി അത് വേണ്ട. നിങ്ങൾ എല്ലാം നശിപ്പിക്കുകയാണ്. നിങ്ങൾ അറിയാൻ പാടില്ലാത്ത അറിഞ്ഞിരിക്കുന്നു. അവർ പറയാൻ പാടില്ലാത്തത് പറയുന്നു. ഇവിടെ ഇപ്പോഴും ചോരയുടെ ഗന്ധമുണ്ട്. അറേബ്യയിലെ സുഗന്ധദ്രവ്യങ്ങളെല്ലാം ചേർത്ത് കഴുകിയാലും ഈ കൈകൾ ശുദ്ധമാവുകയില്ല. എന്തൊരു നെടുവീർപ്പാണിത്! ആ ഹൃദയത്തിന് ഭാരിച്ച വേദന തന്നെ. ഈ രോഗം എന്റെ ചികിത്സയ്ക്ക് അതീതമാണ്. വേഗം വരൂ, കൈകൾ കഴുക്, എന്നിട്ട് വസ്ത്രം മാറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ബാങ്കോയെ അടക്കി കഴിഞ്ഞു. അയാൾക്കിനി ശവക്കുഴിന്ന് വരാനൊക്കില്ല. ഇനി പുതിയ അറിയിപ്പുകളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. മഹത്തായ ഭരണവനം ഇവിടെ എത്തുന്നത് വരെ എന്നെ ഭയം തീണ്ടേണ്ടതില്ല. ആ മൽക്കം എന്ന് പറയുന്ന പയ്യൻ ആരാണ്? ഒരു സ്ത്രീയിൽ പിറന്നവനല്ലേ? മനുഷ്യഭാവി പ്രവചിക്കുന്ന മായാരൂപം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഭയക്കേണ്ട മാപ്പ്. ഒരു സ്ത്രീയിൽ പിറന്ന പുരുഷനും നിന്നെ ഒന്നും ചെയ്യാനൊക്കുകയില്ല. പോ! ഞാൻ നിയന്ത്രിക്കുന്ന മനസ്സും എന്നെ വഹിക്കുന്ന ഹൃദയവും ഇനി ആശങ്ക കൊണ്ട് തളരുകയില്ല, ഭയം കൊണ്ട് വിറക്കുകയുമില്ല. എന്താണ് വിളറി വെളുത്ത പിറകി? പിശാച് നിന്നെ കറുപ്പിച്ച് തുലക്കട്ടെ. ആ വാർത്തയുടെ നോട്ടം എന്താണ്? അവിടെ 10,000 എന്ത് ദുഷ്ട? 10,000 പട്ടാളക്കാർ. എന്ത് പട്ടാളക്കാർ? മണ്ട ഇംഗ്ലീഷ് പട്ടാളക്കാർ. ഉണ്ട്. പോയിക്കോളതിന്റെ മുഖം. തിരുമനസ് എന്താണ് ഗീതമാക്കുന്നത്? യഥാർത്ഥത്തിലുള്ള വാർത്ത എന്താണ്? കേട്ട വാർത്തകളെല്ലാം സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. എന്റെ അസ്ഥിയിൽ നിന്ന് മാംസം പറിച്ചെടുക്കുന്നത് വരെ ഞാൻ പൊരുതും. എന്റെ പണത്തെട്ട അറിയിക്കേ. സമയമായിട്ടില്ല പ്രഭു. ഞാനതറിയാം. കൂടുതൽ രക്ഷപ്പെടന്മാരെ നിയമിക്കേ. ഭയം കൊണ്ട് വിറക്കുന്നവരെ മുഴുവനും തൂക്കിലിട്. എന്റെ പണത്തെട്ട അറിയിക്കാൻ.
വൈദ്യരെ, എന്റെ രോഗിക്ക് എങ്ങനെയുണ്ട്? പ്രഭു, വിശ്രമത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ടുള്ള വിഷമമല്ലാതെ അവർ അത്ര രോഗിയല്ല. ചികിത്സിച്ചു ഭേദമാക്കൂ. വേരൂന്നിയ ദുഃഖത്തെ ഓർമ്മകളിൽ നിന്ന് പിഴുതെറിയൂ. ബുദ്ധിയിലുള്ള വിഷമതകൾ ഉണ്ടെങ്കിൽ അവയെ പറിച്ചറിയൂ. അവളുടെ ഹൃദയഭാരത്തിന് മറുപടി നൽകൂ. അതിനുവേണ്ടി രോഗി സ്വയം പ്രവർത്തിച്ചേ മതിയാവും. വൈദ്യം നിങ്ങളുടെ പട്ടിക്ക് വലിച്ചെറിയാൻ പടച്ചട്ട ശരിയാക്കാൻ ഇത്തരമൊരു വാക്കിന് പറ്റിയ സമയമുണ്ടാകുമായിരുന്നു. നാളെ, എന്നിട്ടും നാളെ നമ്മുടെ എല്ലാ ഇന്നലെകളും മഠയന്മാർക്ക് മരണത്തിലേക്കുള്ള വഴി തുറക്കുന്നു. എരിഞ്ഞടക്കുക ക്ഷണികമായ മെഴുകുതിരിവെട്ടമേ, എരിഞ്ഞടക്കുക. ജീവിതം സഞ്ചരിക്കുന്ന ഒരു നിഴൽ. അരങ്ങിലെയാളുടെ സമയം നടന്നും ഞെളിഞ്ഞും വെറുപിടിച്ചും നടക്കുന്ന പാവം നടൻ പിന്നൊരിക്കലും പോരില്ല. ഒരു വിട്ടി പറഞ്ഞ് ഏതോ കഥയാണ്. നിറയെ രോഷവും ശബ്ദവും തീർത്തും അർത്ഥശൂന്യം.
നിനക്ക് നരകത്തിലെ പട്ടി മറ്റാരെക്കാളും നിന്നെ ഞാൻ ഒഴിവാക്കുകയായിരുന്നു. തിരിച്ചു വയ്ക്കോ. ഇപ്പൊ തന്നെ നിന്റെ രക്തത്തോട് എനിക്കേറെ ബാധ്യതയാണുള്ളത്. വാക്കുകളില്ല. എന്റെ ശബ്ദം എന്റെ വാളിലാണ്. വാക്കുകൾ കൊണ്ട് വിസ്തരിക്കാതിനേക്കാൾ ദുഷ്ടാന്തി. വാ! നീ നിന്റെ സമയം വെറുതെ പാഴാക്കുകയാണ്. മന്ത്രശക്തിയിൽ പിറന്ന രക്തമാണെങ്കില് ഒരു സ്ത്രീയിൽ പിറന്ന ഒരു പുരുഷനും നാൽപ്പത്തിന് ഒന്നും ചെയ്യാനാവുകയില്ല. നീ നിന്റെ മന്ത്രശക്തിയിൽ നിരാശപ്പെട്ടുകൊള്ളു. നീ ഇതുവരെ സേവിച്ച നിന്റെ മാലാഖമാർ തന്നെ നിന്നെ അറിയിക്കട്ടെ. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് സമയമെത്തും മുമ്പ് പറിച്ചെടുക്കപ്പെട്ടവനാണ് ഈ മാക്ടഫൻ.